ബസിയപ്പം രണ്ട് രീതിയിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ലോ ഫ്ലെയിമിൽ കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അരച്ചു വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ബസിയപ്പം രണ്ട് രീതിയിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒന്ന് തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ടും മറ്റൊന്ന് ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടും. തേങ്ങാവെള്ളം നമ്മൾ ഓൾറെഡി ഒരു 3 ദിവസം മുമ്പേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണെന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിന്ന് ബസിയപ്പം എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട് 2 പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട്. ഏകദേശം ഈ ഒരു കപ്പിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇതൊരു 250 ml കപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പിൽ ഓരോ കപ്പ് വീതം 2 പാത്രത്തിലും സെപ്പറേറ്റ് നമ്മൾ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. പച്ചരി നല്ല രീതിയിൽ കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ രണ്ടിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊക്കെ നമ്മൾ ഇഷ്ടത്തിന് വ്യത്യാസം വരുത്താം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഈ ഒരു കപ്പിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കാം. അടുത്തതിലേക്ക് നമ്മൾ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പൊതിരാൻ ആവശ്യത്തിന് ഏകദേശം ഇതിൽ തന്നെ 1/2 കപ്പോളം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും പൊതിർത്ത് വെക്കണം. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കള്ളി ചേർത്തിട്ടുള്ള അരി ഇതാണ്. അതുപോലെ തന്നെ നമുക്കിനി ബേക്കിംഗ് സോഡ ചേർക്കാൻ വേണ്ടിയിട്ട് അരിയും അതുപോലെ വെള്ളവും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടുള്ളത് ഇതാണ്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അരക്കുന്നതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് തേങ്ങ പിന്നെ അതുപോലെ കപ്പി കാച്ചാറുണ്ട്. അപ്പോൾ അടുത്തത് നമുക്കിനി കപ്പി കാച്ചാം. കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി വേണം. 2 ടേബിൾ സ്പൂണ് കള്ള് ചേർത്തിട്ടുള്ളതിനും കള്ളല്ല തേങ്ങാവെള്ളം ചേർത്തിട്ടുള്ള അരിക്കും അതുപോലെ 2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള അരിക്ക് വേണ്ടിയിട്ടും. ഇനി കപ്പി കാച്ചാന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക കുറുക്കുക. അതായത് ഈ അരിപ്പൊടിനെ നമുക്ക് വെള്ളം ചേർത്തിട്ട് കുറുക്കിയെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ വാക്കായിരിക്കുമല്ലോ പറയാം. 2 കപ്പ് വെള്ളമാണ് നമ്മളിനി ഒഴിക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കുറുകണ്ട. ഏകദേശം പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കപ്പി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തണിയട്ടെ. കപ്പി നമ്മൾ ഓൾറെഡി കാച്ചിയിട്ട് പകുതിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കപ്പോളം തേങ്ങ പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം. അരിയും അതുപോലെ തേങ്ങാവെള്ളം പഞ്ചസാരയും ചേർത്ത് നമ്മൾ ഓൾറെഡി 6 മണിക്കൂർ മുമ്പ് പൊതിർത്ത അരിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ജാറിലേക്ക് ഒഴിക്കാം. വേറെ എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. തേങ്ങാവെള്ളം ഓൾറെഡി ഒഴിച്ച് പൊതിർത്തത് കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടാണ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കപ്പി കാച്ചി പകുതിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരിമാവ് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ ഓൾറെഡി കുറുക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 1 കപ്പോളം തേങ്ങ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് ചോറും എടുക്കാം. ചോറ് എടുക്കുന്നതിന് ശരിക്കും പകരമായിട്ടാണ് നമ്മൾ അരിപ്പൊടി കുറുക്കിയിട്ട് ചേർക്കുന്നത്. കാരണം അതിനാണ് കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അടുത്തത് ബേക്കിംഗ് സോഡ ചേർക്കാനുള്ള അരിയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അരിയും പഞ്ചസാരയും നമ്മൾ പൊതിർത്ത് വെച്ചതാണ് 6 മണിക്കൂർ മുന്നേ. അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങ അതുപോലെ കപ്പി കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം.
ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി മാവിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 മാവും നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഒരു ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു രുചിക്ക് വേണ്ടിയിട്ടും മുന്തിരി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നെയ്യിൽ അണ്ടിപ്പരിപ്പ് കൂടി ഉണ്ടെങ്കിൽ ഇടായിരുന്നു. പക്ഷേ ഇവിടെ അണ്ടിപ്പരിപ്പ് സ്റ്റോക്ക് ഇല്ല, തീർന്നു പോയി. അതുകൊണ്ട് മുന്തിരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുന്തിരി ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി കൂട്ട് ആവി കയറ്റി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസി എടുത്തിട്ട് ബസിയിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ നെയ്യാണ് എടുക്കുന്നത്. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് പ്ലേറ്റിൽ കംപ്ലീറ്റ് പുരട്ടി കൊടുക്കാം. നമ്മളിപ്പോൾ ഈ പ്ലേറ്റിൽ ചുടുന്നത് കൊണ്ട് പൊതുവേ പറയുന്ന പേരാണ് ബസിയപ്പം എന്നുള്ളത്. വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്ലേറ്റ് ഒന്ന് ആവി കയറിയിട്ട് വരട്ടെ, ചൂടാവട്ടെ. എന്നിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കൂട്ടൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച മാവ് വെച്ച് കൊടുക്കാം. തേങ്ങാവെള്ളം തേങ്ങാവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ തേങ്ങാവെള്ളത്തിന് പകരം കള്ള് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. തേങ്ങാവെള്ളത്തിനേക്കാളുള്ളൊരു ഗുണം കിട്ടും. ഡെക്കറേഷന് വേണ്ടിയിട്ട് മുന്തിരി, അണ്ടിപ്പരിപ്പ്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉള്ള വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ല, കുഴപ്പമുണ്ടാവില്ല. നമുക്ക് നോക്കാമല്ലോ. നോക്കട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഏകദേശം നമ്മൾ 15 മിനിറ്റ് നോക്കാം. കുത്തി നോക്കാതെ ഇച്ചിരി സമയം കൂടി നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പറ്റുമോ? ചെറിയൊരു പറ്റണം. കുറച്ച് നേരം കൂടി ആവിക്ക് വെക്കും. അപ്പോൾ തേങ്ങാവെള്ളം ചേർത്തിട്ടുള്ള അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ആക്കിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എന്നെല്ലാം പറയുന്നത്. പണ്ട് നമ്മൾ അപ്പക്കാരെന്ന് പറഞ്ഞാലേ അറിയില്ല എന്നാ ഇത് സാധനം. മോഡേൺ പേരാണ്. അത് ഇംഗ്ലീഷ് നെയിം. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. മുമ്പെല്ലാം ബേക്കിംഗ് സോഡയാണെന്ന സാധനം എന്നറിയില്ല. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 2 അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. തന്നെ അറിയാൻ പറ്റിയത് നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അധികം പൊങ്ങിയിട്ടില്ല അല്ലേ? പൊങ്ങി വന്നിട്ടില്ല. പക്ഷെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. അടുത്തത് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് മുറിക്കാം. സെയിം തന്നെ കേട്ടോ. സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്, പക്ഷെ നല്ലോണം പൊങ്ങിയിട്ടുമുണ്ട്. 2 അപ്പം സെയിം കൂട്ട് തന്നെയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇത് ബേക്കിംഗ് സോഡ ചേർത്തത് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ഇത് പൊങ്ങിയത് കുറച്ച് കുറവാണ്, പക്ഷെ നല്ല സോഫ്റ്റാണ്. കഴിച്ച് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. കമ്പാരിസൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തേങ്ങാവെള്ളം ചേർത്ത അപ്പായാലും അതുപോലെ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള അപ്പായാലും രണ്ടും നല്ല സോഫ്റ്റ് തന്നെയാണ്. പിന്നെ കള്ളാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പൊങ്ങുമായിരിക്കും. നമ്മളിവിടെ തേങ്ങാവെള്ളമാണല്ലോ യൂസ് ചെയ്തത്. അത് 2-3 ദിവസം മുന്നേ നമ്മൾ എടുത്തു വെച്ച തേങ്ങാവെള്ളം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കമ്പാരിസൺ വീഡിയോസ് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.